Hi friends, Assalamu alaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റോസ് റോൾ റെസിപ്പിയാണിത്. പൊട്ടറ്റോ റോൾസ് എന്നും പറയും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്നെടുക്കുന്നുണ്ട്. ഈ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ് ആയാലും മതി. അതിലും ഇതേ സെയിം അളവ് തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിനു പകരം മൈദപ്പൊടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും, വളരെ ടേസ്റ്റിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നന്നായിട്ട് സോഫ്റ്റ് ആക്കിയാൽ നമ്മുടെ ഈ സ്നാക്ക് എണ്ണ കുടിക്കാനും പിന്നെ ഈ ടേസ്റ്റ് പോകാനും സാധ്യതയുണ്ട്. അതുതന്നെ കുറച്ച് ഹാർഡായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ മൈദപ്പൊടി ഉപയോഗിക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, വെള്ളം കൂടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചാക്കിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് കുറച്ച് ഹാർഡായിട്ടാണ് ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മാറ്റി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് റോളാക്കിയിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കാം. മാക്സിമം ഇതിന്ന് ഒരു 5 ബോൾസോളം കിട്ടും. പിന്നെ ചപ്പാത്തിയുടെ ബോൾസിനേക്കാൾ ഒന്നും കൂടി വലുതാക്കിയിട്ട് വേണം ബോൾസ് ആക്കി എടുക്കാൻ. ഇനി ഇവിടെ പരത്താൻ ഉപയോഗിക്കുന്ന പൊടി ഗോതമ്പ് പൊടി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊടി ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തരുത്, എന്നാൽ വളരെ ഹാർഡാകാനും പാടില്ല. വളരെ അധികം ഹാർഡായാൽ തിക്കായി പരത്തിയാൽ നമ്മുടെ ഈ റോൾസ് അധികം ക്രിസ്പി ആയിട്ട് കിട്ടില്ല. പിന്നെ ഇതിൽ സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്വയർ ഷേപ്പിൽ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അതിന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിലുള്ള ഷീറ്റായിട്ടാണ് ഇത് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ആ ബൗളിലേക്ക് മാറ്റാം. പിന്നെ അത് വേസ്റ്റായി പോകുന്നില്ല. നെക്സ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി കൂട്ടിയിട്ടൊന്ന് ബോളാക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ ഷീറ്റാക്കിയിട്ട് മാറ്റാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒരു ബോളിൽ നിന്ന് മാക്സിമം 3 ഷീറ്റ് കിട്ടുക. നിങ്ങൾ നന്നായി ചെറുതായിട്ടാണ് ഷീറ്റ് ആക്കുന്നതെങ്കിൽ 4 ഷീറ്റോളം കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബോൾസിൽ നിന്നും 3 ഷീറ്റുകളാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ബോളാക്കുമ്പോൾ നേരത്തെ വന്ന് വേസ്റ്റ് ആക്കിയതും അതിൽ കൂട്ടിയതാക്കിയാൽ മതി. അപ്പോൾ ഇതിലൊന്നും വേസ്റ്റ് ആകാൻ പോകുന്നില്ല. ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ആദ്യം പൊടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണിത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ കാണാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഷെയർ ചെയ്യാം. അവർക്കും ഇത് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇഫ്താർ സ്നാക്ക് തന്നെയാണ്. കാരണം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അധികമായിട്ടൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടതില്ല.
ഇനി ഇത് ഷീറ്റാക്കിയിട്ട് നേരത്തെ വെച്ച പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടി കാണാൻ വേണ്ടി ഒന്നുകൂടി കാണിച്ചതേ ഉള്ളൂ. ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. നന്നായിട്ട് ബോയിൽ ചെയ്ത് കാരണമാണ് ഞാൻ ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കുന്നത്. കാരണം പെട്ടെന്ന് ഇതായി കിട്ടി. പിന്നെ ഇത് ഉപ്പ് ഒക്കെ ഇട്ട് ബോയിൽ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി ഉപ്പ് ഇട്ടില്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു വലിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണോളം എടുക്കാം. വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കാരണം അത് കടിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല എരിവ് കാരണം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. കുറച്ചേ ഉള്ളൂ ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചാറ്റ് മസാലയും ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാം, ഏതായാലും കുഴപ്പമില്ല. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും ചേർക്കണില്ല, ഒക്കെ 1/4 ടീസ്പൂണോളം ചേർക്കണുള്ളൂ. പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായും ഇട്ട് കൊടുക്കണം. പിന്നെ കയ്യിൽ അവൈലബിൾ അല്ല. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്ക് വെച്ചാൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ കൈ വെച്ച് ആക്കുന്നത്. എന്നാലുള്ള മസാലപ്പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ടൊന്ന് നമ്മൾ ഷീറ്റിലേക്ക് വെക്കാനുള്ള ഷേപ്പ് ആക്കി എടുക്കാം. ഇപ്പോൾ റോൾസ് ആക്കിയിട്ട് പിന്നെ അവിടെ ഷീറ്റിൽ വെക്കുമ്പോൾ നേരാക്കിയാലും മതി. ഞാനിപ്പോൾ തന്നെ ഷീറ്റിൻ്റെ ഒരു വലുപ്പത്തിന് നീളത്തിലാണ് ഇതാക്കുന്നത്. ബോൾസ് ആക്കി ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഷീറ്റ് വെച്ച് ഇത് റോളാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മൈദ പേസ്റ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ടൂത്ത് പിക്ക് വെച്ച് കുത്തുകയാണ് എന്ന് ഞാനിതിൽ കാണിച്ചു തരാം. ആദ്യം ഷീറ്റിൽ ഓരോ ബോൾസും വെച്ച് ഇതൊന്ന് റോളാക്കി എടുക്കാം. ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് നമുക്ക് ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ ചെറുതുണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. വലുതായാൽ അത്ര നല്ല ഫ്രൈ ആയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ റോൾസ് ഉണ്ടാക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ചെയ്തെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോ റോൾസും ഇട്ടുകൊടുക്കുകയാണ്. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഷീറ്റ് അതിൽ നിന്ന് പോരുന്ന് യാതൊരു പേടിയും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ആദ്യം കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. അതും പെട്ടെന്ന് തന്നെ ആവും.
പൂരിക്കൊക്കെ എടുക്കുന്ന ടൈം തന്നെ ഉള്ളൂ നമുക്ക് ഈ സ്നാക്കിനും എടുക്കുക. വളരെ പെട്ടെന്നാവും. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. അപ്പോഴും എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. എന്നാലും അതിൽ ഫ്രൈ ആയി കിട്ടില്ല. കുറേ ടൈം എടുക്കും. ഇതൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. അധികം ടൈം വെക്കണം, ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും. ഈ നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതും പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്കിൻ്റെ റെസിപ്പി. നമുക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വളരെ എളുപ്പമുള്ളൊരു സ്നാക്കാണെന്ന്. നിങ്ങൾക്ക് തീർച്ചയായും ഈ ടൈമിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഇപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.